ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. കുർബാന ഏകീകരണത്തിൽ പ്രതിസന്ധിയിലായി സിറോ മലബാർ സഭ. സിനഡ് തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു വിഭാഗം വിശ്വാസികളും വൈദികരും വ്യക്തമാക്കിയതോടെ ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടി. ജൂലൈ 3 മുതൽ തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന സർക്കുലർ പിൻവലിക്കണമെന്നാണ് വിമതരുടെ പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ സഭാ നേതൃത്വം തീരുമാനം വ്യക്തമാക്കിയിട്ടുമില്ല. ഡാനി പോൾ കൊച്ചിയിൽ നിന്നാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, പള്ളികളിൽ കുർബാനയൊക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ഏകീകൃത കുർബാനയിലേക്ക് എത്തണം എന്നുള്ള ഔദ്യോഗിക നിർദ്ദേശമൊന്നും പാലിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള മട്ടിലേക്കാണല്ലോ പോകുന്നത്. എങ്ങനെയാ പരിഹരിക്കാനും കഴിയുക ഈ പ്രശ്നം? എൽദോ, ഈ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച സിനഡിനോ അല്ലെങ്കിൽ സിനഡിന് പുറത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിനെ എതിർക്കുന്നവർക്കോ ഇപ്പോഴും വ്യക്തമായൊരു ധാരണയില്ല എന്നത് തന്നെയാണ്. കാരണം ഓരോ തീരുമാനങ്ങൾ ഇറക്കുക, ആ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല, പല ഉപാധികൾ അതിന് വയ്ക്കുക, ആ ഉപാധികൾക്ക് മേൽ വീണ്ടും ചർച്ച നടത്തുക, അതിൽ പുതിയ തീരുമാനങ്ങൾ വരുമ്പോൾ വീണ്ടും അത് തിരുത്തലുകളുണ്ടാവുക. ഇപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിലെങ്ങനെയാണ് ആർക്ക് ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയുമെന്ന വലിയ ചോദ്യം എന്നുമെന്ന പോലെ ബാക്കിയാവുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന സിനഡിന് ശേഷം വന്നിരിക്കുന്ന സർക്കുലർ അത് പറയുന്നതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തീരുമാനങ്ങളെ എതിർക്കുന്ന വിവിധ ഭാഗം ചൂണ്ടിക്കാണിച്ചത് ജൂൺ 9 ഇറക്കിയ സർക്കുലറിൽ പറയുന്ന ഒരു നിബന്ധനകളും പിൻവലിച്ചിട്ടില്ല. അപ്പോൾ അതിൽ പിൻവലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ വൈദികർക്കടക്കം നടപടികൾ ഉണ്ടാകുമെന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും പുതിയ സർക്കുലർ ഇത് പരാമർശിച്ചു പോകാതെ ആ സർക്കുലർ ഇപ്പോഴും സാധുതയുള്ളതാണ് എന്ന് പറയുന്നത് ഇത് തങ്ങൾക്കെതിരെയുള്ള ഒരു ഭീഷണി, അത് ഒളിച്ചു കടത്തുകയാണ് പുതിയ സർക്കുലറിലൂടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തങ്ങൾ ഇതിനെ എതിർക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സർക്കുലറിലെ അത്തരം വ്യവസ്ഥകൾ പിൻവലിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാന അത് ജനാഭിമുഖ കുർബാനയാക്കി മാറ്റുകയും ഒപ്പം തന്നെയും പിന്നീട് ഈ ഏകീകൃത കുർബാന ചൊല്ലേണ്ടതുണ്ടെങ്കിൽ അതിനുശേഷം അങ്ങനെ ജനാഭിമുഖ കുർബാന ഔദ്യോഗിക കുർബാനയാക്കി മാറ്റിയതിനു ശേഷം അതിന്മേൽ പിന്നീട് ചർച്ചകളാകാമെന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ ഏകീകൃത കുർബാനയെ അർപ്പിക്കാത്ത വൈദികർക്കെതിരെയും മറ്റും നടപടികൾ ഉണ്ടാകുമെന്ന തീരുമാനം പിൻവലിക്കുകയും വേണം, എന്നിട്ടാകാം ചർച്ച എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് എത്ര കണ്ട് ഔദ്യോഗിക പക്ഷം സിനഡിൻ്റെ നേതൃത്വമെല്ലാം ഉൾക്കൊള്ളും എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. ഇനി ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നും വ്യക്തതയില്ല. അതോടൊപ്പം തന്നെ വത്തിക്കാൻ്റെ പ്രതിനിധിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ള അദ്ദേഹം ആർച്ച് ബിഷപ്പ് സിറിൽ വാസൽ അദ്ദേഹം ഈ കാര്യങ്ങൾക്ക് ചർച്ചകൾക്ക് വേണ്ടി എത്തുമോ എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ആകെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ മുഴുവൻ പ്രകടനവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന ഏകീകരണം സംബന്ധിച്ച നിലവിലുണ്ട്. ജൂലൈ 3 ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. കാരണം അതാണ് ഒരു ഡെഡ് ലൈനായി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ അതോ തുടർച്ചയായ ഇങ്ങനെ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് അടക്കം വൈദികർക്ക് നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സഭ ഒരു പിളർപ്പിൻ്റെ വക്കിലാണ് എന്നതടക്കം പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കാണോ സഭ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത നടന്നു പോകുന്നത് എന്ന കാര്യങ്ങളിലെല്ലാം ഒരുപക്ഷെ ജൂലൈ 3 ആ ഒരു തീയതിക്ക് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആനുപാതികവുമായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും സിറോ മലബാർ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഡാനി, ഒരു